ഇതിപ്പോ ശ്രീ എം പ്രകാശൻ മാസ്റ്റർ മുന്നണിയിൽ നിന്ന് തന്നെ താങ്കൾ എനിക്ക് തോന്നുന്നു സത്യൻ മൊകേരിയുടെ ഇന്നലത്തെ ലേഖനം വായിച്ചിട്ടുണ്ടാകും എന്ന്. മുന്നണിയുടെ തന്നെ ഘടകകക്ഷികളുടെ അഭിപ്രായം കണക്കിലെടുക്കണ്ടേ? ഇതിന് സാങ്കേതികത്വമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ പ്രാരംഭ അനുമതിയിലേ കൊടുത്തുള്ളൂ. ബ്രൂവറി അനുവദിച്ചിട്ട് പിൻവലിച്ച സർക്കാരാണ്. ബ്രൂവറി അനുവദിച്ച് പിൻവലിച്ചതുപോലെ ഈ ഒയാസിസിന് കൊടുത്തിട്ടുള്ള പ്രാരംഭ അനുമതിയും പുതിയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ റദ്ദാക്കാം, പിൻവലിക്കാം. അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എന്ന് മാത്രമല്ല, ലൈസൻസ് കൊടുത്തിട്ടില്ല ഇതുവരെ എക്സൈസ് വകുപ്പ്. പ്രാരംഭ അനുമതി കൊടുത്തിട്ടേ ഉള്ളൂ. ആ പ്രാരംഭ അനുമതിയിൽ ബാക്കി കാര്യങ്ങൾ സാറ്റിസ്ഫാക്ടറി അല്ല, ഈ കമ്പനിക്ക് കാര്യങ്ങളിൽ അനുമതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ലൈസൻസ് കൊടുക്കാതിരിക്കാലോ? അതായിരിക്കുമോ ഇതിന്റെ പരിണിത ഫലം? അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം തീരുമാനമെടുക്കാൻ ആരോഗ്യമുള്ള ഒരു ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ഈ കേരളത്തിലുണ്ട്. അക്കാര്യത്തിൽ അവർ തീരുമാനിക്കും. പക്ഷേ ഇതിലെ ഗൗരവമായ കാര്യം, ഈ ചർച്ച കേട്ടാൽ തോന്നുക ഈ കമ്പനിക്ക്, ഒയാസിസിൻ്റെ കമ്പനിക്ക് അനുമതി കൊടുക്കാതിരുന്നാൽ കേരളത്തിൻ്റെ മദ്യ ഉപഭോഗം കുറയും. ഇല്ലല്ലോ. മദ്യമുണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആൽക്കഹോളും ENAയും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരും. എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ BJPക്കാരും കോൺഗ്രസ്സുകാരും സംസാരിക്കുന്നത്? നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, കേരളത്തിലെ 43 കമ്പനികൾ സ്പിരിറ്റ് എത്തിക്കുന്നുണ്ട്. ഏറ്റവും ഏറെ സ്പിരിറ്റ് എത്തിക്കുന്ന കമ്പനി കർണാടകത്തിലെ ഹർഷ ഷുഗേഴ്സാണ്. അതിന് ചെയർപേഴ്സൺ അവിടുത്തെ കോൺഗ്രസ് നേതാവ്, അവിടുത്തെ മഹിളാ അസോസിയേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ്, മന്ത്രിയായിട്ടുള്ള വനിതാ ശിശുക്ഷേമ മന്ത്രിയായിട്ടുള്ള ലക്ഷ്മി R. ഹെബ്ബൽക്കറാണ്. അവർക്ക് വേണ്ടിയല്ലേ ഈ വാദം? അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു വർഷത്തിൽ 1 കോടി ലിറ്റർ സ്പിരിറ്റ് ഈ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ആരാ ഉടമ? ഉടമയെന്ന് പറയുന്നത് ചാരുദത്ത എന്ന അമിത് പാൽവെ, മഹാരാഷ്ട്രയിൽ BJP മന്ത്രിയായിട്ടുള്ള പങ്കജ മുണ്ഡയുടെ ഭർത്താവ് അല്ലേ? അപ്പോൾ അവർക്ക് സഹായകമാകുമെന്നല്ലാതെ മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റെന്തെങ്കിലും കാര്യം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? പിന്നെ വെള്ളത്തിൻ്റെ കാര്യം, ഇവിടെ ഈ പറയുന്ന പഞ്ചായത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം അവിടെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. എലപ്പുള്ളി പഞ്ചായത്തിൽ നിന്നുള്ള ഒരു തുള്ളി വെള്ളം ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഉത്തരവിനകത്തേന് വ്യക്തമായിരിക്കുന്ന കാര്യം എന്താ? ഇവിടെ അതിന് പൂർണ്ണവസ്ഥയിൽ 4ാമത്തെ ഘട്ടം പൂർത്തീകരിച്ചാൽ ആകെ ആവശ്യമായിട്ട് വരുന്ന വെള്ളം 0.5 MLD ആണ്. 10 MLD വെള്ളം ഇന്ന് ഈ പറയുന്ന വ്യവസായ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കിൻഫ്രക്ക്. അതിൻ്റെ 0.5% യഥാർത്ഥത്തിൽ ഇവർക്ക് കൊടുക്കുന്നത്. ഇവർക്ക് ആകെ വേണ്ടി വരുന്ന വെള്ളം മലമ്പുഴ ഡാമിനകത്തുള്ള വെള്ളത്തിൻ്റെ 1.1% ആണ്. അതുകൊണ്ട് ഇവിടെ കുടിവെള്ളക്ഷാമം ഉണ്ടാവും എന്ന് പറയുന്നത് എങ്ങനെയാണ്? പിന്നെ മലമ്പുഴ ഡാമിലെ വെള്ളം ഇന്ന് പാലക്കാട് ജില്ലയിൽ ആകെ കൊടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, മലമ്പുഴ ഡാമിലെ വെള്ളം കൊടുക്കുന്നതിൻ്റെ 13.16% മാത്രമേ അവിടെയുള്ള പഞ്ചായത്തുകളിലെ വെള്ളത്തിൽ വിതരണത്തിന് വേണ്ടി കൊടുക്കുന്നുള്ളൂ. അത് നടക്കുന്നത് പുതുപ്പരിയാരം, അകത്തേത്തറ, മരുന്ന് റോഡ് അവിടെയാണ്. ഇനിയിപ്പോൾ പുതുശ്ശേരി കൂടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കാൻ. അവർക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു സന്ദർഭത്തിലും മലമ്പുഴയിൽ കുറവുണ്ടായിട്ടില്ല. അവിടെ ഈ ജലവിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം നവംബർ മുതൽ ഫെബ്രുവരി 15 വരെ കൊടുക്കുന്നതാണ്. കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് അതിൻ്റെ കാര്യത്തിൽ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. അപ്പോൾ മലമ്പുഴ ഡാമിനകത്തുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോഴത് ആരംഭിക്കുന്നതെങ്കിലും അതിൻ്റെ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം, ഇതിനാവശ്യമായിട്ടുള്ള മൊത്തം ജലം മഴവെള്ള സംഭരണിയായിട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഏതെങ്കിലും നിലക്ക് ജലലഭ്യതയെ ബാധിക്കുന്ന വിഷയമല്ല. 0 വേസ്റ്റ് ആണ് കിട്ടുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ആ നിലക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളില്ല. 600 കോടിയുടെ നിക്ഷേപം വരുന്നു എന്നുള്ളതിന് ഈ പദ്ധതിക്ക്. അത് ഇവിടെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ വന്നോട്ടെ എന്നായിരിക്കും ചിലപ്പോൾ മറ്റുള്ള അഭിപ്രായം. മഹാരാഷ്ട്രയിൽ വരട്ടെ, അതുപോലെ തന്നെ കർണാടകത്തിൽ വരട്ടെ, കേരളത്തിൽ വരണ്ട. 650 പേർക്ക് നേരിട്ടും 2000 ആളുകൾക്ക് പരോക്ഷമായിട്ട് പണി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം. അപ്പം ഇത് ഇല്ലാതാവുന്നില്ലല്ലോ. ആൽക്കഹോൾ ഉൽപ്പാദനം ഇന്ത്യയിലാകെ നിർത്തി. ഒരു കാരണവശാലും കേരളത്തിൽ വരണ്ട എന്ന വ്യവസായ മുടക്കുകളുടെ താല്പര്യമാണ് ഇതിന് പിന്നിലെന്നാണ് CPM ആരോപിക്കുന്നത്. ഓക്കെ, ആവട്ടെ.